വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകളിൽ അപകട ഭീഷണിയില്ലാതെ മൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള ജൈവപാലങ്ങൾ പല വിദേശ രാജ്യങ്ങളിലുമുണ്ട്. വനപാതകളിലെ വന്യജീവി അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായാണ് ഇവ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിക്കുന്നത്. പാലത്തിന് ഇരുവശത്തും ചെറിയ സംഭരണികളിൽ ജലം നിറയ്ക്കുന്നത് മൂലം വന്യജീവികൾ പാലത്തിനടുത്തേക്ക് ആകർഷിക്കപ്പെടുകയും പാലത്തിലൂടെ റോഡ് മുറിച്ചു കടക്കുകയും ചെയ്യുന്ന മാതൃകയും പല രാജ്യങ്ങളിലുമുണ്ട്. ജൈവപാലത്തിന്റെ ഭൂരിഭാഗവും മണ്ണ് നിറച്ചാണ് നിർമ്മിക്കുന്നത്. ആയതിനാൽ ഇവ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹാർദ്ദപരവുമാണ്. പാലത്തിന് ഇരുവശവും റോഡിൽ കുറേ ദൂരം വേലികെട്ടി മൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുകയും ചെയ്യും. ദേശീയപാത 212 രാത്രിയാത്രാ നിരോധനത്തിന് പ്രായോഗിക പരിഹാര മാർഗമായി ജൈവപാലങ്ങളും ജൈവ ഇടനാഴികളുമാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വയനാട് ജില്ലാ പഞ്ചായത്ത് നടത്തിയ നമസ്തേ വയനാട് വികസന സെമിനാറിൽ നീലഗിരി വയനാട് NHN റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയാണ് ജൈവപാലമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ആക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന് അംഗീകാരം നൽകുകയും 30 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷാകുമാരി, വൈസ് പ്രസിഡന്റ് PK അസ്മസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അനിൽകുമാർ, മെമ്പർമാർ എന്നിവരെ ആക്ഷൻ കമ്മിറ്റി അഭിനന്ദിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് TM റഷീദ്, സെക്രട്ടറി വിനയകുമാർ അഴിപ്പുറത്ത്, അഡ്വക്കേറ്റ് P വേണുഗോപാൽ, PY മത്തായി, സമ്പത്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി.